ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത്, പുരുഷന്മാർക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് സ്ത്രീ സ്വഭാവങ്ങളുണ്ട്. അതായത് സ്ത്രീകളുടെ ചില പെരുമാറ്റങ്ങൾ പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഇത് അറിയാത്തതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആ രീതിയിൽ പെരുമാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് പലപ്പോഴും റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പുരുഷന്മാർ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എങ്കിലും സ്ത്രീകൾക്കാണ് കൂടുതൽ അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, പുരുഷന്മാർക്ക് പൊതുവെ ഇഷ്ടമല്ലാത്ത സ്ത്രീകളുടെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഇവർ ഭാര്യ ഭർത്താവാണെങ്കിലും അതല്ല പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇവരുടെ കാര്യങ്ങൾ മറ്റൊരാളോട് പോയി പറയുന്നത് പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. പക്ഷെ സ്ത്രീകൾ ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളാണെങ്കിലും വിഷമങ്ങളും എന്താണെന്നുണ്ടെങ്കിലും അവരതൊന്നില്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, അതല്ലെങ്കിൽ ഫാമിലിയിൽ പോയിട്ട് അവരുടെ വീട്ടിൽ ആരോടെങ്കിലും ഒക്കെ പറയുന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്, പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല, ഇങ്ങനെ പറയുന്നത് പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർക്കിടയിൽ തന്നെ തീർക്കുക എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് പുരുഷന്മാർ ചിന്തിക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ സീക്രട്സ് ഇതൊന്നും തന്നെ മറ്റൊരാളോട് ചെന്ന് പറയുന്നത് പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. സോ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് കാണുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ വരുന്ന സമയത്ത്, അതായത് രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒട്ടുമിക്ക സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് വിജയിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, വാശി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ മുമ്പേ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സംസാരിക്കുന്നുള്ളതാണ്. അപ്പം മുമ്പ് നടന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, ഇപ്പോൾ ഇവരുടെ ഇവർ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു ടൈമിൽ എടുത്തിടുന്നുണ്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ കുറ്റം പറയുക, അല്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പിന്നീട് അങ്ങോട്ട് വഴക്കിടുക, ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നതും പുരുഷന്മാർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം അവിടെ വെച്ച് വിടുക. അങ്ങനെ വിടുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ളത്. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടാവും, ദേഷ്യത്തിൽ നമുക്ക് സംസാരിക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ ഒരു കാര്യം മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കില്ലേ, എന്നിട്ട് പിന്നെ എത്ര വർഷം കഴിഞ്ഞാലും മറക്കാതെ ഓരോ പ്രശ്നം വരുമ്പോഴും ആ ഒരു കാര്യം എടുത്തെടുത്ത് ഇങ്ങനെ ഇടുന്നത് വളരെ മോശമുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ചെയ്യുന്നത് പുരുഷന്മാർക്ക് എന്ന് മാത്രമല്ല ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇഷ്ടമല്ലാത്തതും സ്ത്രീകൾ ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെ ഇനി മുതൽ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വിട്ടേക്കുക. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ച് പറയാതിരിക്കുക. ഒന്നില്ലെങ്കിൽ അത് ക്ഷമിച്ച് കളഞ്ഞേക്കുക, ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെയല്ലെങ്കിൽ അത് മറന്നു കളയുക. ഇപ്പോൾ അതിൽ തന്നെ പിടിച്ച് തൂങ്ങിക്കൊണ്ടിരിക്കാതിരിക്കുക. അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു തർക്കം വരുന്ന സമയത്ത് നിങ്ങൾ ജയിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാത്രം മുമ്പുണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് അങ്ങോട്ട് ഓവർ ആക്ടിങ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് മിക്ക സ്ത്രീകളും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് ഓവറായിട്ട് ആക്ട് ചെയ്യും, ഭയങ്കര ബോറായിരിക്കും, പക്ഷെ എന്നാലും അവരങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സന്തോഷം വരികയാണെങ്കിലും വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷേ സന്തോഷമാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് ഓവറായിട്ട് അങ്ങോട്ട് കാണിക്കുന്നുള്ളതാണ്. അതേപോലെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യത്തിന് ദേഷ്യം വരികയാണെങ്കിലും അത് ഭയങ്കര ദേഷ്യമായി കാണിക്കും, വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്ന കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവവും മിക്ക പുരുഷന്മാർക്കും തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇപ്പം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയുക. അതേപോലെ തന്നെ വേണ്ട രീതിയിൽ മാത്രം നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു റിയാക്ഷൻ വന്നാൽ മതി. ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവറായിട്ട് അഭിനയിക്കുന്നതൊന്നും അവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. സോ ഇങ്ങനെ ഒരിക്കലും ഓവർ ആക്ട് ചെയ്യാതിരിക്കുക. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ രീതിയിൽ മാത്രം കാണുക, ആ രീതിയിൽ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക, ഓവർ ആക്ടിങ് ചെയ്യാതിരിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവർക്കൊരു സ്പേസ് കൊടുക്കാത്തൊരവസ്ഥയാണ്. അതായത് എപ്പോഴും അവരുടെ കൂടെ നടക്കുക. ഇപ്പൊ ഈ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആ ഒരു പയ്യന്മാരുടെ കൂടെ എപ്പോഴും നടക്കുക എന്നുള്ളതാണ്. അവർക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് സമ്മതിക്കണില്ല, ഒരു പേഴ്സണൽ സ്പേസ് അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, നമ്മൾ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് 2 പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതിന് അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, അവരുടെ പേഴ്സണൽ സ്പേസിന് നമുക്ക് ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്കൊരു ഫ്രീഡം വേണം, നമുക്ക് നമ്മുടേതുള്ള സ്പേസ് കിട്ടണം എന്ന് വിചാരിക്കുന്ന സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും വിചാരിക്കുന്നുണ്ടാവുക. മനുഷ്യരുടെ എല്ലാവരുടെയും ഏകദേശ ചിന്താഗതികളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. എല്ലാം ഒരുപോലെ എന്ന് പറയുന്നില്ല,
എങ്കിലും കുറേയൊക്കെ ഒരുപോലെയാണ് എന്നുള്ളതാണ്. അതിലൊന്നാണ് ഈ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത്. ഇതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ കയറി ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സം പറയാതിരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ പയ്യന്മാർക്കും ആഗ്രഹം ഉണ്ടാവും, ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് നടക്കണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിനൊന്നും സമ്മതിക്കാണ്ട് ഇപ്പം എവിടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോകണ്ടെന്ന് പറഞ്ഞിട്ട് തടസ്സം പറയുക, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് സമ്മതിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. സോ നമ്മൾ സ്ത്രീകളും ഇങ്ങനെ ഇത്തരത്തിൽ നമ്മുടെ ഫ്രീഡം അതേപോലെ തന്നെ പേഴ്സണൽ സ്പേസ് ഇതൊക്കെ നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ പുരുഷന്മാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അവരത് വളരെയധികം ആസ്വദിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ അതല്ലെങ്കിൽ അവരിൽ ഒരു ലിമിറ്റ് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ, അതിന് അനുവദിക്കാൻ ശ്രമിക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കാൻ ശ്രമിക്കുക. ഇവിടെയാണ് നമുക്ക് റെസ്പെക്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. സോ റെസ്പെക്ട് ചെയ്യാനായിട്ട് കൂടി പഠിക്കുക. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കാതിരിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമല്ലാത്ത മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും, അതായത് ഇതിൽ ഏതെങ്കിലും സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് മാറ്റുക. അപ്പോൾ ഞാൻ മാറ്റണം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടർ മുഴുവനായിട്ട് മാറ്റണം എന്നല്ല, നമ്മുടെ ബേസിക് ക്യാരക്ടർ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മൾ ആർക്കും വേണ്ടി മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റൊരാൾക്ക് ദോഷമാകുമെന്ന് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അത് മാറ്റുന്നതുകൊണ്ട് നമുക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവർക്കും അത് നന്നായിട്ട് തന്നെ വരുള്ളൂ എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പെരുമാറ്റമെങ്കിൽ അതൊന്ന് നിർത്തിയാൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. സോ അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എപ്പോഴും നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ട്രൈ ചെയ്യണം, പരിശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു മനോഹരമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.